ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് ആൻഡ് നൈസ്. ഇന്ന് നമുക്ക് വെജിറ്റബിൾ മോമോസ് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്കിത് ഫില്ല് ചെയ്യാനുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം. ക്യാരറ്റ്, കാബേജ് ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, സവാള ചെറുതായി അരിഞ്ഞത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിലിട്ട് വഴറ്റുക. സവാള ഇട്ട് വഴറ്റുക. ഇതിലേക്ക് ക്യാരറ്റ് ഇടുക. അത് കഴിഞ്ഞാൽ കാബേജ് ഇടുക. പിന്നെ ക്യാപ്സിക്കം ഇടുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, ഒരു ടീസ്പൂൺ വിനാഗിരി, സോയാ സോസ് എന്നിവയിട്ട് ചേർത്തിളക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് ചൈനീസ് മസാല പൗഡർ ചേർത്ത് നന്നായി ഇളക്കി മാറ്റിവെക്കുക. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചൂടുവെള്ളത്തിൽ നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായി കുഴയ്ക്കുക. ഈ പരുവായിരിക്കണം. അത് കഴിഞ്ഞാൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറുതായി ഒന്ന് പരത്തി വയ്ക്കുക. ബോൾസ് എല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് പരത്താം. ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തുക. ഇനി ഇതിൽ ആ വെജിറ്റബിൾസ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുക. ഇത് റെഡിയായി കഴിഞ്ഞാൽ ഇഡ്ഡലി ചെമ്പെടുത്ത് അതിൽ ഓരോന്നായി വെച്ച് പുഴുങ്ങിയെടുക്കാം നമുക്ക്. ഇപ്പം മോമോസ് റെഡി ആയിരിക്കണു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ചട്നിയുടെ കൂടെയാണ് കഴിക്കേണ്ടത്. ആ ചട്നിയുടെ റെസിപ്പി ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.